ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് IOCയിൽ നിന്ന് വന്നിരിക്കുന്നത്. ഡിപ്ലോമ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിന്റെ വിശദ വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ആരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് നോട്ടിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. അതായത് നോട്ടിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റ് നമ്പർ IOCL/CO/HR RECTT 2025/2 എന്ന നമ്പറിലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സെപ്റ്റംബർ 12 ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇത് പ്രകാരം വിളിച്ചിരിക്കുന്ന പോസ്റ്റിന്റെ പേര് എന്ന് പറഞ്ഞാൽ ജൂനിയർ എഞ്ചിനീയർ അല്ലെങ്കിൽ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇത് 4 സ്ട്രീമിലേക്ക് വിളിച്ചിട്ടുണ്ട്. കെമിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെന്റേഷൻ എന്നീ മേഖലകളിലേക്കാണ് ഈ ഒരു പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും 30,000 രൂപ മുതൽ 1,20,000 വരെ സാലറി കിട്ടുന്ന ഒരു പോസ്റ്റാണ്. ഇതിൽ പ്രധാനമായിട്ടും കെമിക്കൽ എന്ന മേഖലയിലേക്ക് വിളിച്ചിരിക്കുന്നതാണ് നമ്മൾ നോക്കുന്നത്. കെമിക്കൽ എന്ന് പറയുന്ന സ്ട്രീമിലേക്ക് നോക്കുമ്പോൾ ഇവിടെ കെമിക്കലിലെ വ്യത്യസ്ത സ്ട്രീമുകാർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതിലാദ്യമായിട്ട് കെമിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ ടെക്നോളജി ആൻഡ് ഫെർട്ടിലൈസർ, പെട്രോകെമിക്കൽ എഞ്ചിനീയറിംഗ്, പെട്രോകെമിക്കൽ ടെക്നോളജി, റിഫൈനറി ആൻഡ് പെട്രോകെമിക്കൽ എഞ്ചിനീയറിംഗ്, ഇത്രയും സ്ട്രീമിലുള്ളവർക്ക് കെമിക്കൽ എന്ന സ്ട്രീമിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് മെക്കാനിക്കൽ എന്ന് പറയുന്ന സ്ട്രീമാണ്. മെക്കാനിക്കലിലേക്ക് പോരുമ്പോൾ പ്യുവർ മെക്കാനിക്കൽ സ്ട്രീമുകാർക്ക് മാത്രമേ ഇതിൽ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അടുത്തത് ഇലക്ട്രിക്കൽ ആണ്. ഇലക്ട്രിക്കലിലേക്ക് എത്തുമ്പോൾ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് പവർ സിസ്റ്റംസ്, ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ കൺട്രോൾ. ഇനിയും അടുത്തതായിട്ട് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. ഇത്രയും സ്ട്രീമുകളാണ് ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത്. ഈ ഒരു പോസ്റ്റിൽ നിങ്ങൾക്ക് 3 വർഷത്തിൽ കുറയാത്ത ഡിപ്ലോമ ഉണ്ടായിരിക്കണം. മാത്രമല്ല ജനറൽ OBC മുതലായ കമ്മ്യൂണിറ്റിക്ക് നിങ്ങൾക്ക് 65% കുറയാത്ത മാർക്കും ഈ ഒരു സ്ട്രീമിൽ നിങ്ങൾ കരസ്ഥമാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു പോസ്റ്റിൽ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. SC/ST വിഭാഗങ്ങൾക്ക് 55% മാത്രം മാർക്ക് മതിയാവും. ഇനി ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി നമുക്ക് നോക്കാം. അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറഞ്ഞാൽ 26 വയസ്സാണ്. ഈ ഒരു പ്രായപരിധിയിൽ വരുന്ന ജനറൽ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ജൂലൈ 1 1999 ശേഷം ജനിച്ചവരായിരിക്കണം. അതുപോലെ തന്നെ OBC കാറ്റഗറിയിലേക്ക് എത്തുമ്പോൾ 1996 ജൂലൈ 1 ശേഷം ജനിച്ചവരായിരിക്കണം. SC/ST കമ്മ്യൂണിറ്റിയിലേക്ക് എത്തുമ്പോൾ ജൂലൈ 1 1994 ശേഷം ജനിച്ചവരായിരിക്കണം. ഈ ഒരു കാറ്റഗറി ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. ഇനി ഈ ഒരു ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡേറ്റുകൾ നമ്മൾ നോക്കാം. ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നതും ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുന്നതും 12/9/2025 ഇതിന്റെ അവസാന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 28/9/2025 അർദ്ധരാത്രി വരെയാണ്. ഇനിയും ഈ ഒരു എക്സാമിനേഷൻ്റെ ആപ്ലിക്കേഷൻ ശേഷമുള്ള നിങ്ങളുടെ ആപ്ലിക്കേഷൻ സോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന അഡ്മിറ്റ് കാർഡ് 16/10/2025 ഇനിയും ഇതിന്റെ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നടക്കുന്നത് 31/10/2025 ഇനിയും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ റിസർവേഷന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് സെൻട്രൽ ഗവൺമെന്റ് സർവീസ് ആയതുകൊണ്ട് തഹസിൽദാരിൽ കുറയാത്ത ഉദ്യോഗസ്ഥരിൽ നിന്നുമാണ്. ഇനി നമുക്ക് എക്സാമിനേഷന്റെ പാറ്റേണിലേക്ക് പോകാം. പ്രധാനമായിട്ടും ഇതിന്റെ സെലക്ഷൻ പാറ്റേൺ എന്ന് പറഞ്ഞാൽ 3 ഘട്ടങ്ങളിലായിട്ടാണ്. ആദ്യമായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. ശേഷം ഗ്രൂപ്പ് ഡിസ്കഷൻ, അതിനുശേഷം പ്രസന്റേഷൻ ആൻഡ് ഇന്റർവ്യൂ എന്ന രീതിയിലാണ്. അതിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനിൽ എന്തൊക്കെ ടോപ്പിക്കുകളാണ് ഉള്ളത് നോക്കാം. ഇതിൽ പാർട്ട് A എന്നും പാർട്ട് B എന്നും പറയുന്ന 2 ടോപ്പിക്കുകളുണ്ട്. പാർട്ട് Aയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്ട്രീമിന്റെ കണ്ടന്റുകളായിരിക്കും വരുന്നത്. അത് 50 ചോദ്യങ്ങൾ അതിൽ നിന്നുണ്ടാവും. അതിനുശേഷം ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന മേഖലയുണ്ടാവും. അവിടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ 20 ചോദ്യങ്ങളും ലോജിക്കൽ റീസണിംഗിൽ നിന്ന് 15 ചോദ്യങ്ങളും ഒപ്പം വെർബൽ ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നിന്ന് 15 ഉണ്ടായിരിക്കും. അങ്ങനെ 30ഉം 20ഉം 50 ക്വസ്റ്റ്യനുകളാണ്. അങ്ങനെ മൊത്തം 100 ക്വസ്റ്റ്യനുകളാണ് ഈ പരീക്ഷയ്ക്ക് ഉണ്ടാവുന്നത്. അതായത് ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് നിങ്ങൾക്ക് 50 ചോദ്യവും നിങ്ങളുടെ സബ്ജക്റ്റിൽ നിന്ന് 50 ചോദ്യവും അങ്ങനെ 100 ചോദ്യങ്ങളാണ് ഇതിലുണ്ടാവും. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രധാനമായിട്ടും ഇതിനകത്തുള്ള സെന്ററുകളാണ്. നിങ്ങൾക്ക് അപേക്ഷിക്കുവാൻ കേരളത്തിൽ തിരുവനന്തപുരം ഒരു സെന്ററായിട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൂടാതെ സൗത്ത് ഇന്ത്യയിൽ ചെന്നൈയും മധുരയും ഒക്കെ സെന്ററുകളുണ്ട്. നിങ്ങൾക്ക് ഏത് സെന്റർ വേണമെന്ന് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് എക്സാമിനേഷന്റെ വെയിറ്റേജ് നോക്കാം. അതിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ 85% വെയിറ്റേജും ഗ്രൂപ്പ് ഡിസ്കഷൻ 5% വെയിറ്റേജും പേഴ്സണൽ ഇന്റർവ്യൂവിന് 10% വെയിറ്റേജുമാണ് ഈ ഒരു പോസ്റ്റിനുള്ളത്. ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതാണ്. ഇതിന് ആപ്ലിക്കേഷൻ വിൻഡോ എന്ന് പറഞ്ഞാൽ www.iocl.com എന്ന സൈറ്റ് വഴി കയറി വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. ഇതിൽ ഓൺലൈൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഓഫ്ലൈൻ ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ഒന്നും തന്നെയില്ല. ഈ ഒരു ആപ്ലിക്കേഷനിൽ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്നതിന്റെ എല്ലാ ചിട്ടവട്ടങ്ങളും പാലിച്ച് തന്നെ നിങ്ങൾ അപേക്ഷിക്കുക. ഫോട്ടോഗ്രാഫുകളിലും ഒപ്പം തന്നെ സിഗ്നേച്ചറിലും ഒക്കെ കൃത്യമായ
മാനദണ്ഡങ്ങൾ പാലിച്ച് തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കാൻ ഈ എക്സാമിനേഷൻ ഫീ ഉണ്ട്. ജനറൽ കമ്മ്യൂണിറ്റിക്കും EWS കമ്മ്യൂണിറ്റിക്കും 400 രൂപ ഫീസ് ഉണ്ട്. ഒപ്പം അതിന്റെ GST കൂടി നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. എന്നാൽ SC/ST കമ്മ്യൂണിറ്റിക്ക് ഈ ഫീ ഇല്ല എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫീസ് അടച്ച് തന്നെ ഈ പോസ്റ്റിൽ അപേക്ഷിക്കേണ്ടതാണ്. അപ്പം എല്ലാവരും ഈ ഒരു പോസ്റ്റ് നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുമെന്ന് കരുതുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.